ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ആദ്യത്തെ സംവിധാനത്തിൽ വന്നിട്ടുള്ള ബറോസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഒരു നിധി കാക്കുന്ന ഭൂതം, അതാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടന്റെ റോൾ എന്ന് പറയുന്നത്. ടൈറ്റിൽ റോളാണ്. സോ ഒറ്റ വാക്കിൽ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യവിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ ഒരു സിനിമ ആക്ച്വലി കാണേണ്ടത് കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിലാണ്. കാരണം പക്ക ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് തന്നെയാണ് അവര് ഈ ഒരു സിനിമയെ കുറിച്ച് അവര് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 10-12 വയസ്സ് വരെ റേഞ്ചിലുള്ള ഒരു കുട്ടികൾ സെറ്റ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു മികച്ച ഒരു ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ ഒരു സിനിമയെ. ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്റർനാഷണൽ ടച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സ്കോറുകൾ, ലിതിയൻ നാദസ്വരം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ആ ഒരു പ്രതിഭാശാലി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് നോച്ച് ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. പാട്ടുകളൊക്കെ ഒരുവിധം പോർച്ചുഗീസ് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നതൊക്കെ. 2 പാട്ട് മലയാളത്തിൽ മോഹൻലാൽ വന്ന് പാടിപ്പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് മലയാളത്തിന് പകരം ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഗംഭീരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് പോർച്ചുഗീസുകാരും അല്ലെങ്കിൽ അതർ ലാംഗ്വേജ് ആക്ടേഴ്സും ഒക്കെയാണ്. അതായത് ഇന്ത്യൻസ് അല്ലാതെ അതർ ലാംഗ്വേജ് ആക്ടേഴ്സും ഒക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ അതിലേക്കൊരു മലയാളം വരുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പടം മലയാളത്തിൽ ഡബ് ചെയ്ത് കാണുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയും ടോപ്പ് നോച്ചായിട്ടൊരു ഇംഗ്ലീഷ് പടം എങ്ങനെ എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്നിയുടെ ഒക്കെ ഇപ്പോൾ മുവാന എന്നൊക്കെ പറയുന്ന സിനിമ, അല്ലെങ്കിൽ അതുപോലത്തെ അനിമേഷൻ സിനിമകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പോലത്തെ അനിമേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗംഭീരമായിട്ടൊരു പരിപാടി. ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയില്ല. എന്തായാലും അവരൊന്നും ഇറക്കുന്ന അത്രയും ബഡ്ജറ്റൊന്നും എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവില്ല. ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ചിട്ട് ഇത്ര നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയാൽ എന്തായാലും നല്ലൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന ഒരു മന്ത്രവാദിനി, ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈവൻ ലാലേട്ടനെ വരെ കവച്ചു വയ്ക്കുന്ന പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം ഒരു കേക്ക് വാക്കാണ്. ആ മന്ത്രവാദിനിയുടെ ആ കയ്യും കാര്യങ്ങളൊക്കെ പരിപാടി കാണിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമോട്ടോഗ്രാഫി, ഒരു രക്ഷയില്ല. സന്തോഷ് ശിവന്റെ ആ ക്യാമറ വർക്കുകൾ കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് 1600കളിൽ നടക്കുന്ന കഥ കാണിച്ചുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴൊക്കെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിക്കുള്ള ക്യാമറ വർക്ക് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടർ എന്നൊക്കെ പറയാൻ തോന്നുന്നു, എനിക്കറിയില്ല. ആ ഒരു പരിപാടിയൊക്കെ പിടിച്ചിരിക്കുന്നത്, അതായത് ആർട്ട് വർക്കുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് വരെ സൂപ്പറായിട്ട്. അതായത് ആ നിധിയുടെ പരിപാടികളാണെങ്കിലും, ആ നിധി കലവറയുടെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണെങ്കിലും, ആ ഒരു വൂഡോ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഈ വൂഡോ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, മോഹൻലാലിന്റെ ഒപ്പമുള്ള ഒരു ക്യാരക്ടർ, ഫുള്ള് മോഹൻലാലിന്റെ തന്നെ റെഫറൻസുകൾ വെച്ചിട്ടാണ് കയ്യടി നേടിക്കൊണ്ടിരുന്നത്. അതായത് മോഹൻലാലിന്റെ സിനിമകളിലുള്ള പരിപാടികളൊക്കെ തുടക്കത്തിലൊക്കെ കുറെ പിടിച്ച് ആ ഒരു കയ്യടിയൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലായിട്ട് കയ്യടിച്ചിട്ടുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും അതുപോലെ തന്നെ 3D എഫക്റ്റ്. 3D എഫക്റ്റ് ഞാൻ എഴുതി വെച്ച് തരുന്നു. ഇന്ത്യൻ സിനിമയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു 3D എഫക്റ്റ് ഉള്ള ഒരു സിനിമ വേറെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് എല്ലാം ഗംഭീരമായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് സൈഡ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു 10-12 വയസ്സ് വരെയുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയ്ക്കകത്ത് കീറി മുറിച്ച് അത്തരത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിന്റെ റണ്ണിങ് ടൈം, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സിനിമ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ ചിലപ്പോൾ ഒരു 1.5-1.25 മണിക്കൂറിനുള്ളിൽ കഴിക്കും. ഇന്ത്യൻ ടെറൈനിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് കുറച്ച്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ സൈഡ് കൂടും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്ലോ മോഷൻസ് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഇണക്കി വരുമ്പോഴത്തേക്കും ഒരു 2.25-2.5 മണിക്കൂർ എന്നുള്ളത്, ആ ഒരു പരിപാടിയൊക്കെ മാറ്റേണ്ട സമയമായി എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ രാജാക്കന്മാരൊക്കെ യെസ് മൈ ലോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളാണ് അത്തരത്തിൽ കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഇതിനകത്ത് വരുമ്പോൾ തമ്പുരാനെ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അരോചകം. ഞാൻ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് കാണുന്ന ഒരു ഫീല്, അത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഒരു നെഗറ്റീവ് ഒന്നുമല്ല. ഇപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിട്ട്, ഈ 10-12 വയസ്സുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫാന്റസി സിനിമ കാണാൻ പോകുന്ന സമയത്ത് അവരിതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമുക്ക്
പലതും കുറ്റമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചൊന്നും ഒരു വിഷയമായിരിക്കില്ല. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ഫാൻറ്റസി അനിമേഷൻ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഫാൻറ്റസി മൂവി എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ളൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് ബറോസ് തോന്നിയിട്ടുള്ളത്. നല്ലൊരു 3D തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. കാരണം ദൃശ്യവിസ്മയം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്തായാലും ഒരു തവണ കാണാനുള്ള പരിപാടിയൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.